നമ്മ എല്ലാവരും ഹൈലൈറ്റ് മാളിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. മുപ്പിയുണ്ട്, മുർഷിദ ഉണ്ട്, അതേപോലെ തന്നെ എസ് ഉണ്ട്, ലാല ഉണ്ട്, വെഹിക്കിളുണ്ട്. മുർഷിദ നേരെ പോയിക്കൊണ്ടിരിക്കുന്നത് ഹൈലൈറ്റ് മാളിൽ എത്തിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഹൈലൈറ്റ് മാളിൽ വരാൻ കാരണമുണ്ട്. മെയിനായിട്ടുള്ള കാരണം വെച്ചാല് മുപ്പി എന്താണ് നമ്മൾ മെയിനായിട്ട് ഹൈലൈറ്റ് മാളിൽ വന്ന കാരണം എന്താ? സ്നോ സിറ്റി കയറാൻ മുപ്പിക്ക് ഭയങ്കര ആഗ്രഹം. മുപ്പിക്ക് ലാലക്കും മുർഷിദാക്കും മുർഷിദിനൊക്കെ ഭയങ്കര ആഗ്രഹം. ഓക്കെ, അപ്പൊ ആ ആഗ്രഹം സഫലീകരിക്കാനാണ് വന്നിട്ടുള്ളത്. ഇപ്പൊ ഓൾറെഡി ടൈം 8 മണി, അങ്ങനെ പൂട്ടീനോ ഇല്ലയോന്നൊന്നും അറിയില്ല. അപ്പൊ സ്നോ സിറ്റി പോയി നോക്കണം, ആടെ ടിക്കറ്റ് കിട്ടുമോ ഇല്ലയോന്ന് അറിയില്ല. അപ്പൊ ജസ്റ്റ് നാളെ പോയിട്ട് പിന്നെ ആടുള്ള വീഡിയോയിൽ എടുക്കാം. ഓക്കെ, സ്നോ സിറ്റിയിൽ ഒരുപാട് എന്താ പറയാ എന്റർടൈൻമെന്റ് ആണ്, നല്ല അടിപൊളി സ്ഥലമാണ്. അപ്പൊ ജസ്റ്റ് നമുക്ക് എക്സ്പ്ലോർ അവിടുന്ന് പോവാം, അവിടെ താഴത്തേക്ക് പോവാം. അപ്പൊ സ്നോ സിറ്റി കാണാം. ഓക്കെ, താഴെയാണ് കേട്ടോ. ഇങ്ങനെ നമുക്ക് ഇതിന് താഴെ ഇറങ്ങണം. ഇവിടുന്ന് കാണാൻ പറ്റും കൗണ്ടർ, അവിടെയാണ് കൗണ്ടർ. അവിടെ പോയിട്ട് ഇതിന് ടിക്കറ്റ് എടുക്കണം, അന്വേഷിക്കണം ഫസ്റ്റ് ഇപ്പൊ ഉണ്ടോന്ന്. പക്ഷെ അപ്പൊ ഇവിടുത്തെ റേറ്റ് ഒന്ന് പറഞ്ഞു തരുമോ? സ്നോ പാർക്ക് ആണെങ്കിൽ 1 hour ആണ് ടൈം വരുന്നത് ഉള്ളിൽ. വലിയൊരാൾക്ക് 530 ചാർജ് വരുന്നത്, ഒരാൾക്ക് 470 ചാർജ് വരുന്നത്. അപ്പൊ ഇതിന്റെ ടൈമിംഗ് എങ്ങനെ? രാത്രി എത്ര മണി വരെ ഉണ്ടാവും? രാവിലെ 11 മണിക്കാണ് ഓപ്പൺ ആവുന്നത്. രാത്രി 10 മണിക്കാണ് ലാസ്റ്റ് എൻട്രി വരുന്നത്. ലാസ്റ്റ് എൻട്രി 10 മണി മുതൽ പിന്നെ 11 മണി വരെ ഒരു 1 hour അല്ലേ? 1 hour അല്ലേ? അതെ, അപ്പൊ 10 മണിക്ക് ലാസ്റ്റ് ഇടുന്ന എൻട്രി ആവണം അല്ലേ? ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പോ നമ്മൾ ഓൾറെഡി ടിക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോ അഡൽട്ടിന് 530, കിഡ്സിന് 470 ഉള്ളത്. അപ്പൊ 4 ടിക്കറ്റ് എടുത്ത് പിന്നെ 4 അഡൽട്ടും അതുപോലെ തന്നെ ഒരു കിഡും ഉണ്ടായിന്. അപ്പോ അതിന്റെ ടിക്കറ്റ് എടുത്തതിന് നമ്മൾ ജാക്കറ്റ് ഇടാൻ വേണ്ടി പോകും. ജാക്കറ്റ് ഇട്ടതിന് ശേഷം നമ്മളെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തുന്നതായിരിക്കും. ഇവിടെ നമ്മൾ ജാക്കറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇവര് നമുക്കൊരു സഞ്ചിയോടെ സാധനം തന്നിട്ടുണ്ട്. അപ്പൊ അതിന് നമ്മള് ചെരുപ്പ് അതേപോലെ തന്നെ സാധനങ്ങളൊക്കെ അതിൽ കഴിച്ചേക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ സാധനം. അപ്പൊ നമ്മളെ ഷോക്സും ജാക്കറ്റെല്ലാം ഇടാൻ വേണ്ടിട്ട് ഇവര് നമുക്ക് തന്നിട്ടുണ്ട്. ഇത് എനിക്കാ ജാക്കറ്റ്, ഇത് ഓരോരാളാണ് അല്ലേ? ഓക്കെ, ഇത് ജാക്കറ്റ്. ഓക്കെ, എന്നെ ഇത് ഇടട്ടെ. എസ് ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട്. എസ് അടുത്തേക്ക് ചന്ദ്രനിലേക്ക് പോക്കാ? എവിടെ പോന്നേ? ആകാശത്തേക്കാ? കളിക്കുന്നിടത്തേക്കാ? ഇതാ മുച്ചിനെല്ലാം നോക്കിയാടെ. മുപ്പിയൊക്കെ ബോക്സിങ്ങിന് പോകുന്ന സ്റ്റൈലിലുള്ളത്, ഫുൾ സെറ്റപ്പിലാണ്. എന്നെ കാണിച്ചു കേട്ടാ. നമ്മൾ ഓരോരുത്തരെ കോലം നോക്കി കാണുമ്പോ ചെയ്തരുത്. മുപ്പിന് പണ്ടത്തെ പെണ്ണുങ്ങൾ പുല്ലരിയാൻ പോകുന്ന പെണ്ണുങ്ങളില്ല, അല്ല മയക്കത്ത് കയറൂലേ? അല്ല, മയക്കത്ത് പുല്ലൊക്കെ കൊണ്ട് പോകുന്നില്ല, അവരെ പോലെ ഉണ്ട്. നമ്മുടെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പോകാന്ന് അവർ വിളിക്കുന്നുണ്ട്. അതിന്റെ ഉള്ളിലേക്ക് കയറി അതിനുള്ള കാഴ്ച കാണാം. ഇതാ നമ്മളെ ഇവിടെ തണുത്ത് കഴിഞ്ഞാൽ എവിടെ ഇരിക്കണമെന്നല്ലോ ആളുണ്ടാ.
முடிஞ்சு போறோம்னு நம்ம குட்டி பாக்குறானே அவனை குட்டி பார்க்கணும் குடல உருவி பார்க்கணும் கத்தி குத்து நமக்கு காது குத்து மாதிரிங்கிறத காட்டுச்சா கூடாதுலாம் அடிக்கல தப்பு நடக்கும் ஆனா அதை நாங்க மட்டும்தான் ഇതെന്ന് വെച്ചാല് പിന്നെ ഇപ്പൊ ഇവിടെ ഫുള്ളായിട്ട് തണുത്തിട്ട് വിറക്ക് നാക്കി നിൽക്കാനുള്ള സ്ഥലമാണ് കേട്ടോ. ഇൻ കേസ് തണുപ്പ് ജാസ്തി കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ ഇവിടെ വന്ന് നമുക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റും. ഇവിടെ കുറച്ച് ചൂടുണ്ട്. ഗരം മാനേജർ Yeah! முடிஞ்சு போறோம்னு நம்ம குட்டி பாக்குறானே அவனை குட்டி பார்க்கணும் குடல உருவி பார்க்கணும் கத்தி குத்து நமக்கு காது குத்து மாதிரிங்கிறத காட்டுச்சா സ്ഥലം കൈസ് ഒരു രക്ഷയില്ല. പൈസക്ക് മുതലായി കേട്ടോ. അത്രയും നല്ല എന്റർടൈൻമെന്റിംഗ് ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അടിപൊളി സ്ഥലം, കിട്ടുന്ന സ്ഥലം.
ഇതിലെ കൂടി ഇങ്ങനെ നടക്കാം. നല്ല രസാട്ടോ, നല്ല അടിപൊളി അടിപൊളി സ്ഥലം. வந்தவன் வேல்கப்ப காட்டுறது தப்பு இல்லக்கா. முடிஞ்சு போறோம்னு நம்மளை குட்டி பாக்குறானே, அவனை குட்டி பார்க்கணும், குடல உருவி பார்க்கணும். கத்தி குத்து நமக்கு காது குத்து மாதிரிங்கிறத காட்டுறதா. അയ്യോ, തണുപ്പിന്റെ ആ ഒരു ഇതുകൊണ്ട് ഞാന് മുപ്പിലാല് നമ്മളെ പിടിച്ച് ഇതിന്റെ റൂമിലാക്കില്ല ചൂടാൻ വേണ്ടി. എന്റെ ഈ ചുണ്ട് ഇങ്ങനെ എന്താ പറയാ കട്ട പിടിച്ചവരല്ല. മൂക്ക് ഭയങ്കര ഓരോ പോലെ, പക്ഷെ മൂക്കിന് വെള്ളം വർത്താനം പറയാതില്ല. വർത്താനം പറയാൻ പോലും കഴിയുന്നില്ല, അങ്ങനത്തെ അവസ്ഥയിലേ ഉള്ളത്. അയ്യോ, അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അയ്യോ, ഒരു രക്ഷയില്ല. അല്ല മുപ്പേ നമ്മൊരു തണുപ്പല്ലേ. എന്റെ മൂക്ക് ചുണ്ടൊക്കെ ഭയങ്കര കട്ട പിടിച്ചു പറയും. മൂക്ക് അനങ്ങുന്നില്ല. മൂക്കിന് വെള്ളം ഇങ്ങനെ വരുന്നു, മൂക്കൊന്നും അനങ്ങുന്നില്ല. ഇപ്പൊ അങ്ങനെ ഇപ്പൊ കുറച്ച് പുറത്തുനിന്ന് റിലാക്സ് ആയി. അപ്പൊ അതിൻ്റെ ഉള്ളിലെ എല്ലാ സംഭവം നിങ്ങൾക്ക് കണ്ടിന്യൂ ആയിരിക്കുന്നു. ഇനിയിപ്പോ ഹൈലൈറ്റ് മാളിലെ കുറച്ച് കാര്യങ്ങൾ പർച്ചേസും കാര്യങ്ങളുണ്ട്. കാര്യം ഇപ്പൊ നെക്സ്റ്റ് ഒരു മുമ്പിക്ക് എന്തെല്ലാം പർച്ചേസ് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അപ്പൊ ഇതിന്റെ ഉള്ളിലെ കുറച്ച് കാഴ്ചകൾ കണ്ടിട്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇനിയൊന്നുമില്ല, ഇനി നമ്മൾ നേരെ ഇത് കുറച്ച് റൗണ്ട് അടിച്ച് ഫുഡ് കഴിച്ച് ഒറ്റ വിടല് അല്ലേ. അപ്പൊ നമ്മൾ ഏകദേശം ഇവിടെ ഫുള്ള് ഏകദേശം ചുറ്റിക്കറങ്ങിയിട്ടുണ്ട്. അതൊന്ന് വീഡിയോ എടുത്തിട്ട് പിന്നെ ഇതിലിടണ്ടെന്ന് വിചാരിച്ച്. അപ്പൊ കുറെ ലെങ്ത് ആവും. അപ്പൊ എന്താ പറയാ, അപ്പൊ അതൊക്കെ ഒഴിവാക്കി ചെറിയൊരു വീഡിയോ ആക്കാന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഇപ്പൊ വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമാരൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമ്മളൊരു പുതിയ വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.